ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനി ശ്രേഷ്ഠയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പയറിനെ കുറിച്ചുള്ളതായ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പയറിനെ കുറിച്ച് കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പയർ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഇനി ആരെങ്കിലും കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിത്തില്ല, ഗ്രോ ബാഗില്ല എന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഒന്ന് ഓർഡർ ചെയ്താൽ മതി. നമ്മുടെ വാട്സപ്പ് സ്റ്റോറിൻ്റെ നമ്പറാണ്. അപ്പം നമുക്ക് അവിടെ പിന്നെ ഗ്രീൻ ഗ്രോ ബാഗും വേണ്ടുന്ന വിത്തുകളും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ഓർഡർ ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ പോസ്റ്റ്മാൻ ഈ വിത്തുകളൊക്കെ കൊണ്ടുവന്ന് എത്തിക്കുന്നതായിരിക്കും. ഗ്രോ ബാഗും വിത്തുകളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് എത്തിക്കും. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വീട്ടിലെ വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പയറിനെ കുറിച്ച് നമ്മൾ കുറേ വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. പല രീതിയിൽ നമ്മൾ നല്ല വിളവ് കിട്ടത്തക്ക രീതിയിലുള്ള വളപ്രയോഗങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഇല നുള്ളി കൊടുക്കുന്ന രീതിയും മണ്ട നുള്ളി കൊടുക്കുന്ന രീതിയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ എന്ന് വെച്ചാൽ പിന്നെയും ഞാൻ കാണിക്കുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും കൃഷിയിലോട്ട് വരണം. ഇപ്പം പുതിയ കുട്ടികൾക്കൊന്നും ഈ കൃഷി ചെയ്യുന്ന രീതികൾ അവർക്കറിയത്തില്ല അല്ലേ. അപ്പം അതെങ്ങനെയാണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രീൻ ഗ്രോ ബാഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഇപ്പം നമ്മൾ ഇതിനകത്താണല്ലോ കൃഷി ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ നടുക്കൂടെ ഒരു വള്ളിയുണ്ട്. ഇപ്പം ചിലരൊക്കെ ചോദിക്കാറുണ്ട് എന്തിനാണ് ഈ നടുക്കൂടെ ഒരു വള്ളി എന്ന്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പിന്നെ ഒരു വള്ളിയും കൂടി ജോയിൻ ചെയ്തിട്ട് നമുക്ക് പന്തലിലോട്ടൊക്കെ കയറ്റാൻ എളുപ്പമുണ്ടത്. ഈ ഒരു വള്ളി ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ റൗണ്ടായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വള്ളിയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ ഈ ഗ്രോ ബാഗിനെ റൗണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ വെച്ചാൽ ഇനി പയറെന്ന് വെച്ചാൽ നമ്മൾ പയർ ചെടിയിൽ നിന്ന് നല്ലതുപോലെ വിളഞ്ഞും മൂത്ത് പഴുത്ത് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് നല്ല വിത്തുകളായിരിക്കും. അപ്പോൾ ഈ വിത്തുകളുണ്ടല്ലോ, ഇതിപ്പം വയലറ്റ് പയറിൻ്റെ വിത്തുകളാണ്. അതിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുഴിച്ചിടാം. ഈ മണ്ണൊക്കെ നമ്മൾ നല്ലതുപോലെ നേരത്തെ ഒരുക്കി വെച്ചിരിക്കുന്നതായ മണ്ണാണ്. അപ്പം നമ്മുടെ ഈ ഒരു വിരലിൻ്റെ താഴ്ച വേണം നമ്മൾ ഈ പയർ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ. 2-3 പയറരി വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇടാം. 3 എണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം അതിനകത്തോട്ട് മണ്ണെണ്ണയൊക്കെ ഇടാം. ഇനി ഒരു 3-4 ദിവസം ആകുമ്പോഴത്തേക്ക് അത് ഇഞ്ഞ് മുളച്ച് വന്നോളും. അപ്പം ഇതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ഒരുപാട് വെള്ളം കൊണ്ടൊന്ന് കുത്തിനെ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല. കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്താൽ അവരൊരു പ്രയാസമില്ലാതെ ഇനി കിളിച്ച് വന്നോളൂ. ഇത്രയേ ഉള്ളൂ ഒരു പയർ നടാനായിട്ട്. അപ്പോൾ അത് ആർക്കും ചെയ്യാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ അത് നട്ടതിന് ശേഷം ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പയറൊക്കെ വളർന്ന് ഇത്രയൊക്കെ ആവും. ഇപ്പോൾ ഇത്രയൊക്കെ ആകുമ്പോഴും നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് വളമൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വളമൊക്കെ ഇട്ടിട്ടാണല്ലോ ചെയ്ത്. വളമൊന്നും ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം ചാണകപ്പൊടിയോ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളൊന്നും ഇട്ട് കൊടുക്കാതെ തന്നെ നമ്മളാണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതൊക്കെ അറിയാവുന്നവർ സ്കിപ്പ് ചെയ്തങ്ങ് പോയാൽ മതി. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി മാത്രമേ അതാണ് ഇതെല്ലാം തുടക്കം മുതൽ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് മണ്ണൊക്കെ ഇളക്കി കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അവർ നല്ലതുപോലെ ഇങ്ങനെ വളർന്ന് കയറും. അപ്പോൾ എല്ലാത്തിലും ഇതേപോലെ ഒന്ന് ഞാൻ അങ്ങനെ 5-6 ഗ്രോ ബാഗിനകത്ത് ഇങ്ങനെ നട്ട് വെച്ചിരിക്കുകയാണേ. അപ്പോൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞിട്ട് നമുക്കതിനകത്ത് വളമൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പം ഒരാഴ്ച കഴിഞ്ഞുള്ളത് വളർന്ന് ഇവിടെ അപ്പുറത്ത് നിൽക്കുകയാണ്. അത് കുറേ കൂടെ വളർന്നു പോയിട്ടുണ്ട്. അത് ഞാൻ വളം ഇട്ട് വെച്ചിരിക്കുകയാണ്. എന്നാലും ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തിപ്പം ഒരു 5-6 പയറിൻ്റെ മൂട് നിൽപ്പുണ്ട്. അത് പറിച്ച് മാറ്റി നടണം. പിന്നെ പറിച്ച് മാറ്റി നടാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് അങ്ങനെ പാകി വെച്ചത്. അപ്പം നമ്മുടെ പയറൊക്കെ വളർന്ന ഒരു 5-6 ഇല പരുവമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് വളമൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് വേപ്പൻ പിണ്ണാക്ക് എടുത്തിട്ടുണ്ട്, കുറച്ച് എല്ലുപൊടി എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ചാണകപ്പൊടി ഇച്ചിരി കൂടിയിരുന്നാൽ നമ്മുടെ ചെടികൾക്ക് യാതൊരു കുഴപ്പവും വരില്ല. ഇപ്പം ചാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാരവും കൂടെ സ്വല്പം അതിനകത്ത് ചേർത്ത് കൊടുക്കാം. പയറിനൊക്കെ വളരെ നല്ലതാണ് ചാരം എന്ന് പറയുന്നത്. ഇത് നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓരോന്നിൻ്റെയും ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പം ഇത് കണ്ട് ഇതിപ്പം കുറേ വളർന്നു കേട്ടോ. ഇപ്പോൾ എനിക്ക് വളം ഇടാൻ സമയം കിട്ടിയില്ല. എന്നാലും ഇപ്പോൾ നമുക്ക് വളം ഇടുന്നത് എങ്ങനെ നോക്കാം. അപ്പം ഇതിനിടയ്ക്ക് സ്ലറിയൊക്കെ ഞാൻ കൊണ്ടൊഴിക്കുമായിരുന്നു. കിച്ചണിലെ വേസ്റ്റും ഒക്കെ കൊണ്ട് ഇട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളൊരു 6 ഇല പരുവമൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ ഈ ചാണകവും ഇതെല്ലാം കൂടെ അതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കണം. ഒരു 3 ചിരട്ടയെങ്കിലും നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതിൻ്റെ ഈ വളം ഇട്ടതിൻ്റെ മുകളിലോട്ട് നമ്മൾ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കണം. അപ്പം മണ്ണ് നമുക്കിപ്പം ട്രീറ്റ് ചെയ്ത മണ്ണ് വേണമെന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഗ്രോ ബാഗിൽ വിളവെടുത്തതിന് ശേഷമുള്ള ബാഗിൽ നിന്നുള്ള മണ്ണാണ്. അപ്പോൾ അത് അതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ വളം ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് മണ്ണും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ അത് ആ വളമൊക്കെ അവിടെ കിടന്ന് അങ്ങ് പൊടിഞ്ഞ് അതിനങ്ങ് വളമായിട്ട് തീർന്നോളും. നമ്മളിങ്ങനെ മടക്കി വെച്ചേക്കുന്നതൊക്കെ ഇങ്ങനെ ഉയർത്തി വെച്ച് കൊടുക്കണം. അപ്പം നമ്മൾ ഈ വളം മിക്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്യൂഡോമോണസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് ഇളക്കി ഓരോ ചുവട്ടിലും കുറേശ്ശെ ഇട്ട് കൊടുക്കാമെങ്കിൽ ഈ വളത്തോടൊപ്പം ഇട്ടങ്ങ് കൊടുത്താൽ മതി. മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാമെങ്കിൽ വലിയ കീട ശല്യമൊന്നും ഇല്ലാതെ ഈ പയറൊക്കെ നല്ല രീതിയിൽ അങ്ങോട്ട് വളർന്നു വരും. ഇനിയിപ്പോൾ നല്ല ഇതൊക്കെ വള്ളി വീശാൻ തുടങ്ങുന്ന സമയമായി, കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ വളമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് വേണമെന്ന് അറിയാമോ, ഇതിന് ഒരു കമ്പൊക്കെ നമ്മൾ കുത്തി കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഓടും കഷ്ണം ഒരു കയറിനകത്ത് കെട്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് കെട്ടി, കണ്ടില്ലേ, ഒരു ഓടും കഷ്ണം കയറിനകത്ത് കെട്ടിയിട്ട് ഇതിനകത്തോട്ട് അങ്ങ് ഇട്ടേക്കുക. എന്നിട്ട് ഈ വള്ളി ഇങ്ങനെ മേളിലോട്ട് പന്തലിലോട്ട് അങ്ങ് കെട്ടിക്കൊടുക്കാം. ഇങ്ങനെ അങ്ങോട്ട് കെട്ടിക്കൊടുക്കുമ്പോൾ ഈ വള്ളി ഉണ്ടല്ലോ ഇതിനകത്തോട്ട് വീശി അവർ പന്തലിലോട്ടങ്ങ് കയറിക്കോളും. അപ്പം 2-3 ഉണ്ട്, ഒരു മുട്ടിൽ 3 പയറുണ്ടാണ്ട് ഒരു കമ്പും കൂടെയൊക്കെ ഇങ്ങനെ കുത്തി കൊടുത്താൽ അവർ നല്ലതുപോലെ ഇഞ്ഞ് വളർന്നിഞ്ഞ് വന്നോളും. അതല്ല ഇങ്ങനത്തെയുള്ള കയറുണ്ടെന്നുണ്ടെങ്കിൽ, ചകിരി കയറുണ്ടെന്നുണ്ടെങ്കിൽ അത് കെട്ടാം. ഇനി ഈ കയറും പ്ലാസ്റ്റിക്കും ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ ലുങ്കിയൊക്കെ എടുത്തു വേണമെന്നുണ്ടെങ്കിൽ അതും കെട്ടാമെന്ന് ഞാൻ തുടക്കം മുതലേ പറയുന്നതാണ്. ഇപ്പം പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് കൃഷി ചെയ്യാമല്ലോ. എങ്ങനെയായാലും നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്താ കുഴപ്പം, എന്താ, നമുക്കൊരു പ്രശ്നവുമില്ല. അപ്പോൾ എല്ലാവർക്കും പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിച്ച് ഒന്ന് നല്ലതുപോലെ ആയി വരുമ്പോൾ ഓരോ രോഗങ്ങൾ വന്നിട്ട് എല്ലാം നശിച്ചു പോകും. അത് തന്നെയല്ല, ഓരോ കീടങ്ങൾ എന്ന് വെച്ചാൽ മുഞ്ഞ കയറി വരും, ഈ വെള്ളീച്ചകൾ കയറി വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ കുരുടിപ്പ്, പെട്ടെന്ന് വാടിപ്പോകുക, ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാകുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തുടക്കം മുതലേ നമ്മൾ അതിനുള്ള മരുന്നുകളൊക്കെ നമ്മളിതിന് കൊടുക്കണം. അപ്പം നമ്മൾ ഈ പല അസുഖങ്ങളെയും ചേർത്ത് നിൽക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ളതായ ജൈവ കീടനാശിനികളൊക്കെ നമ്മൾ പ്രയോഗിക്കുക. ബിവേറിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്പ്രേ ചെയ്താൽ ഈ മുഞ്ഞ പുഴുവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ നോട്ടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെ അവരെയൊക്കെ ഒന്ന് തുരത്താനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ കയ്യിൽ ബിവേറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യാം. അതുപോലെ വേപ്പെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്ന് സ്പ്രേ ചെയ്താൽ ഈ കീടങ്ങളെയൊക്കെ നമുക്ക് കുറച്ചൊക്കെ തുരത്താനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതൊക്കെ നമുക്ക് 3 ദിവസമോ 4 ദിവസമോ കൂടുമ്പോഴൊക്കെ നമുക്കിത് ഈ ചെടികൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 ദിവസമെങ്കിലും ഒഴിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഈ മുഞ്ഞയൊക്കെ നമുക്ക് തുരത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ മുഞ്ഞയൊക്കെ അങ്ങോട്ട് കയറിയാൽ നമ്മുടെ ഈ ചെടികളെയൊക്കെ അങ്ങ് നശിപ്പിച്ചങ്ങ് കളയാം. അതുകൊണ്ട് അത് തുടക്കം മുതലേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അടുത്തെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ജൈവ സ്ലറിയൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്, യാതൊരു ദോഷവും ഇല്ല. നല്ലതാണ്. നല്ലതുപോലെ വളർന്നു വരാനായിട്ട് നമ്മുടെ ജൈവ സ്ലറിയൊക്കെ സഹായിക്കും. ഇപ്പോൾ ജൈവ സ്ലറി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടു നോക്കണം. നമ്മുടെ എല്ലാ പച്ചക്കറികൾക്കും, വാഴയ്ക്കാണെന്നുണ്ടെങ്കിലും തെങ്ങിനാണെന്നുണ്ടെങ്കിലും എല്ലാ പച്ചക്കറികൾക്കും ചെടികൾക്കാണെന്നുണ്ടെങ്കിലും അത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം, നിങ്ങളത് കണ്ടു നോക്കുക. അത് കാണാത്തവർ ഇനി ഒഴിക്കാത്തവരും കാണരുത്, കാരണം അത്ര ഗുണമുള്ള ഒരു വളമാണ് ഈ ജൈവ സ്ലറി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പയർ നല്ലതുപോലെ പടർന്ന് പന്തലിലോട്ട് കയറുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ അതിൻ്റെ തുമ്പൊന്ന് ഒടിച്ചു കൊടുക്കാമെങ്കിൽ ഒരുപാട് ശിഖരങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെയുള്ള വീഡിയോയിലൊക്കെ അത് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അതിൻ്റെ തുമ്പെല്ലാം ഒന്ന് നുള്ളി കൊടുക്കുക. അതുപോലെ തന്നെ ഒരുപാട് ഇലകളുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നുള്ളി കൊടുത്താൽ അവിടെ നിന്നും നമുക്ക് ഈ പയർ നല്ലതുപോലെ പിടിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നല്ല വിളവ് നമുക്ക് പയറിൽ നിന്ന് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പയറിനകത്ത് ചാഴിയുടെ ശല്യം നല്ലതുപോലെ ഉണ്ടാകും. അതിൻ്റെ പയറിൻ്റെ മണിയൊക്കെ ഊറ്റി കുടിക്കാനായിട്ട് ചാഴികളൊക്കെ വരാറുണ്ട്. അപ്പോൾ ചാഴി ഓടിക്കാനായിട്ടൊക്കെ ഉള്ളൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കണം. അതുപോലെ തന്നെ പന്തലിടുന്ന വീഡിയോ, നമ്മൾ ടെറസിൽ പന്തലൊരുക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ നല്ല രീതിയിൽ നമുക്ക് പയർ പടർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവർ വരെ ഇപ്പം പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. വലിയ ഇൻട്രസ്റ്റോടെയാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ പയറൊക്കെ പടർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് പച്ചക്കറി കൃഷികളൊക്കെ, പ്രത്യേകിച്ച് ഈ പയർ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓടിച്ചെന്ന ഒരു തോരനോ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാമല്ലോ. എന്തായാലും നിങ്ങൾ ഒരു 2 മൂട് പയർ അല്ലെങ്കിൽ ഒരു 4 മൂട് പയർ എന്തായാലും നട്ടിരിക്കണം. അതുപോലെ തന്നെ ഈ പയറിനുണ്ടാകുന്ന ഒരു രോഗമാണ് ദ്രുതവാട്ടം എന്ന് പറയുന്നത്. നല്ലതുപോലെ അങ്ങോട്ട് പടർന്ന് കയറി വരും. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പോകുമ്പോൾ നല്ലവണ്ണം നിൽക്കും.
കുറച്ച് സമയം കഴിഞ്ഞ് വരുമ്പം കാണാം അത് വാടി നിൽക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിന് പിന്നെ ഈ മണ്ണിനകത്ത് വിരശല്യമൊക്കെ ഉണ്ടാകും. അപ്പം നമ്മൾ എന്ത് വേണമെന്നറിയാമോ, കഞ്ഞിവെള്ളത്തിനകത്ത് പിന്നെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് നേർപ്പിച്ച് കൊണ്ടൊഴിച്ചാൽ നമുക്ക് ഈ ദ്രുതപാട്ടമൊക്കെ കുറച്ചൊക്കെ ഒന്ന് മാറ്റി കിട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ അതേപോലെ തന്നെ മഞ്ഞ ഇലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നുള്ളിക്കളയുക. എന്നിട്ട് നമ്മൾ ഈ പിന്നെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നല്ല രീതിയിൽ നമുക്ക് പയർ കൃഷിയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ബാക്കി ക്യാരറ്റും വിളവെടുത്തിട്ടുണ്ട്. കണ്ടോ നമ്മുടെ ബാക്കി ക്യാരറ്റ്? കുഴപ്പമില്ല, നമുക്ക് ഇത്രയെങ്കിലുമൊക്കെ കിട്ടിയല്ലോ, എന്നാലും വിഷമിക്കേണ്ടി വന്നില്ല. എന്തായാലും ഒരാഴ്ചത്തേക്ക് ഇലത്തോരൻ തിന്നാനുണ്ട്. ഇല്ല, ഇതിൻ്റെ ഇലത്തോരൻ നമ്മൾ വയ്ക്കുന്നില്ല, ഇത് അമ്മണിക്ക് അങ്ങനെ കൊടുക്കാം. എന്താ ഇലത്തോരൻ കഴിക്കുമോ? എനിക്ക് വേണ്ട. എന്നാലും ഈ ക്യാരറ്റ് മാത്രം മതി, 2 ദിവസം തോരൻ വയ്ക്കാനുണ്ട്. അടുത്ത പ്രാവശ്യം കണ്ടോണം നീ എന്നെ കളിയാക്കുന്നത്. നല്ല തോരൻ, നല്ലതല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പയറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ നട്ടുപിടിപ്പിക്കുക. ഇതേപോലെയൊക്കെ ഒന്ന് സംരക്ഷിച്ചാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൃഷിയെ സ്നേഹിക്കുന്ന കൂട്ടുകാർക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ എല്ലാവരും കൃഷി ചെയ്യട്ടെ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടൊന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്തിട്ടാലും അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.